rare rare. ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്റ്റർ വീഡിയോ. ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ട്രെയിലർ റിയാക്ഷനാണ്. ആൻഡ് ദിസ് ഈസ് സെക്കൻഡ് ട്രെയിലർ റിയാക്ഷൻ ഓഫ് ദിസ് ഡേ. അങ്ങനെ എൻ്റെ ഒരുപാട് നടന്നു. രണ്ട് ട്രെയിലർ റിയാക്ഷൻ. ഒന്ന് രാമായണം രാവിലെ തന്നെ ഓൾറെഡി ഇട്ട് കഴിഞ്ഞ്. ഇതിപ്പോൾ അയാൻ ഗെയിം പൊളിക്കും. പടത്തിൽ അഭിനയിച്ച് അയാങ്കി ഈ പറയുന്ന ഈ സിനിമയിൽ അഭിനയിച്ചിരുന്ന ദുൽഖർ, പെപ്പെ, കയാദ് ലോഹർ, കതിർ, സംയുക്ത വിശ്വനാഥൻ, മിസ്കിൻ, വിനയ് ഫോർട്ട് എന്നിവരൊക്കെയാണ് വരയ്ക്കേണ്ടെന്ന് ട്രെയിലർ രണ്ടാഴ്ച അറിയുള്ളൂ. അപ്പോൾ ആരംഭിക്കുന്ന 3, 2, 1 എന്തായാലും നല്ല സെറ്റ്. എൻ്റെ വോയിസ് അവർ മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട് ഗാംബ്ലിംഗിന്റെ ചരിത്രത്തിൽ. ഇവിടെ ചിലർ വാഴുന്നു, ചിലർ വീഴുന്നു. കിടപ്പാടം നഷ്ടപ്പെട്ട ദരിദ്രമുണ്ട്, രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ്. തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത ഈ രഹസ്യമാണ് ഗാംബ്ലിംഗിന്റെ ഏറ്റവും വലിയ സീക്രട്ട്. This is pure algorithm. Cabinet ministers multi-billionaires മൊത്തം ആളുകൾ ഇവിടുത്തെ പ്ലേയേഴ്സ്. ഇവിടെ പലതരം സ്പോർട്സ് ബാറ്റിംഗ് ഇസ് ഡിഫറെന്റ്. ഓരോ ടീം ഓരോ പാറ്റേൺ ഉണ്ട്. അത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. the director of Guardians. ഡയറക്ടർ മൂവിയാണ്. വിനയ് ഫോർട്ട് ആരുടേത്? എന്തൊരു പറ്റിയത്? ആരുടെ ഇങ്ങനെ ആക്കിയത്? കയാദ് ലോഹർ. ഒരു മിനിറ്റ്, ആര് കണ്ടില്ല? അതായത് കാലിക പ്രഭാകര. അതാരാന്നറിയാൻ സീക്ക് അടിച്ചത് സിക്കിയിലെത്താ വിചാരിക്കരുത്. ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്. നെവർ ഗിവ് അപ്പ്. ഉണ്ട്. സംയുക്ത വിശ്വനാഥൻ, ആരുടേത്? മിസ്കിൻ. എന്തായാലും ട്രെയിലർ കണ്ടിട്ട് പ്രോമിസിങ് ആയിട്ട് തോന്നണം. ബട്ട് സിനിമ ഇറങ്ങുമ്പോഴേ അറിയാറുള്ളൂ പടമിങ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ. പിന്നെ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഇതൊരു റൈറ്റഡ് മീൻസ് ഖലീഫയുടെ ട്രെയിലറാണ്. മീൻസ് ആ ഗ്ലിംസ് ഇറങ്ങിയ സമയത്താണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എപ്പോഴും ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോഴും ഫീൽ ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ട് റേറ്റഡ് ഫിലിംസ് ആണോ എന്നാണ്. മീൻസ് റേറ്റഡ് വയലൻറ്റ് ഫിലിംസ് ആണോ എന്ന് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഈ രണ്ട് പടത്തിന് ഇപ്പോൾ ഖലീഫയ്ക്കും സിനിമയ്ക്ക് റേറ്റഡ് ആണ് വരുന്നതെങ്കിൽ നല്ല ടൈറ്റ് ആവും.
ടിക്കറ്റ് ഉറപ്പിച്ച് പറയാം ഫസ്റ്റ് ഡേ തീരുമാനമാവല്ലോടെ ഇതൊക്കെ. ഖലീഫ എന്തായാലും മീൻസ് ഞാൻ എന്തായാലും ഖലീഫയായിരിക്കും ഫസ്റ്റ് കാണാൻ പോകുന്ന, ബിക്കോസ് ഐ എം എ പൃഥ്വിരാജ് ഫാൻ എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. സിനിമയുടെ ഡയറക്ടർ വൈശാഖാണ്. നഹാസ് RDS അത്ര ഇത് ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്ക് അറിയാം. പക്ഷേ RDS എനിക്ക് ഇഷ്ടമുള്ള സിനിമയൊക്കെയാണ്. ബട്ട് രാജേട്ടൻ കഴിഞ്ഞിട്ടേ ദുൽഖറുള്ളൂ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എന്തായാലും എനിക്ക് പേഴ്സണലി എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാൻ സംശയം എന്താണെന്ന് വെച്ചാൽ ആരാ വില്ലൻ, ഹൂ ഈസ് ദ വില്ലൻ, അത് മാത്രമേ ഉള്ളൂ ചോദ്യം. എൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പോകണം. അപ്പോൾ തെറ്റ ബൈ ബൈ. പിന്നെ ഇത് പറയാൻ പറഞ്ഞു, ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടെങ്കിൽ, ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയണ ഓപ്ഷൻ അത് നമ്മൾ സഹായിക്കുക. ബൈ ബൈ. ഓൾ ഹെൽ ദ വേൾഡ്.